സിഖ് മതഗ്രന്ഥത്തെ അപമാനിച്ച നേതാവിനെ പിന്തുണച്ച പഞ്ചാബ് മുൻ ഉപമുഖ്യമന്ത്രി സുഖ്ബീർ ബദലിന് ടോയ്ലറ്റ് വൃത്തിയാക്കൽ ശിക്ഷയായി നൽകിയിരിക്കുകയാണ്. ദർബാർ സാഹിബിലെ ടോയ്ലറ്റും അടുക്കളയും വൃത്തിയാക്കുകയാണ് ശിക്ഷയായി നൽകിയിരിക്കുന്നത്. ഇതിനൊപ്പം ദർബാറിലെ കമ്മ്യൂണിറ്റി കിച്ചണായ ലാൻഗാറിൽ സേവനം ചെയ്യാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. 2015 സിഖുകാരുടെ വിശുദ്ധ ഗ്രന്ഥമായ ഗുരുഗ്രന്ഥ സാഹിബിനെ അപമാനിച്ച സംഭവത്തിൽ ദേരെ സച്ച സൗദ തലവനെ പിന്തുണച്ചതിനാണ് ശിക്ഷാ നടപടി. SID ആസ്ഥാനത്തേക്കും ഓഫീസിലേക്കും 6 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് ഒരു കമ്മിറ്റി രൂപീകരിക്കാനും നിർദ്ദേശം നൽകി. 2007 മുതൽ 2017 വരെ അകാലി മന്ത്രിസഭയിൽ മന്ത്രിമാരായിരുന്ന മറ്റ് സിഖ് നേതാക്കൾക്കും 5 സിഖ് തലവന്മാർക്കും മതപരമായ ശിക്ഷയും വിധിച്ചു. കാലിന് പരിക്കേറ്റ വീൽചെയറിലായിരുന്ന സുഖ്ബീർ ബദലിനോടും വിമത നേതാവ് സുഖ്ദേവ് സിംഗിനോടും 2 ദിവസം 1 മണിക്കൂർ വീതം സേവാദാർ വസ്ത്രം ധരിച്ച് സുവർണ ക്ഷേത്രത്തിന് പുറത്തിരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സുഖ്ബീർ ബദലിനോടും സുഖ്ദേവിനോടും സുവർണ ക്ഷേത്രത്തിലെ ഭക്തരുടെ പാത്രങ്ങളും 1 മണിക്കൂർ നേരം വൃത്തിയാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനു പുറമെ കീർത്തനം കേൾക്കുകയും വേണം. സുഖ്ബീർ ബദൽ കുറ്റവാളിയാണെന്ന് കണ്ടെത്തി 3 മാസത്തിന് ശേഷമാണ് ശിക്ഷ വിധിക്കുന്നത്. സുവർണ ക്ഷേത്രത്തിലെ ശുചിമുറികൾ 1 മണിക്കൂർ നേരം വൃത്തിയാക്കാനും കുളി കഴിഞ്ഞ് കമ്മ്യൂണിറ്റി കിച്ചണിലെ പാത്രങ്ങൾ വൃത്തിയാക്കാനും നിർദ്ദേശമുണ്ട്.